പിറ്റേന്ന് തന്നെ സുശീല വന്നിരുന്നു. സുശീലയെ മുത്തശ്ശിയും കുഞ്ഞിയെയും അമ്മയെയും ഏൽപ്പിച്ച് വണ്ടിയിൽ ഓപ്പറേഷന് വേണ്ട തയ്യാറെടുപ്പുകളുമായി സരയു പുറപ്പെട്ടിരുന്നു. അത്ര ഭയക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ എന്ന് രാഘവന് മനസ്സിലായിരുന്നു. വൈകുന്നേരത്തോടെ റൂമിലേക്ക് മാറ്റി. ഒരാഴ്ച വീട്ടിൽ വിശ്രമമായപ്പോൾ പതുക്കെ നടക്കാമെന്ന അവസ്ഥയിലാണ് രാഘവൻ. ഇതിനിടയിൽ വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങളുമായി മിഥുന്റെ വീട്ടിൽ നിന്നും അമ്മായിയും അമ്മാവനും വിളിച്ചിരുന്നു. നിശ്ചയം വേണ്ട എന്ന നിലപാടിൽ തന്നെ സരയുവിന്റെ വീട്ടുകാരും ഉറച്ചു നിന്നു. അതോടെ വിവാഹം മൂകാംബികയിൽ വെച്ച് നടത്താമെന്ന കാര്യത്തിൽ തീരുമാനമായി. വിവാഹ വസ്ത്രങ്ങളും സ്വർണവുമെല്ലാം മാനേജറാണ് വീട്ടിൽ കൊണ്ടുവന്നത്. അത് വാങ്ങുവാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയിരുന്നു രാഘവന്. എങ്കിലും അയാളുടെ സാഹചര്യമായിരുന്നു അത് അനുവദിച്ചത്. മാനേജർ കൊണ്ടുവന്ന പെട്ടി തുറന്ന് സരയും വീട്ടുകാരും ഒരുപോലെ ഞെട്ടിപ്പോയിരുന്നു. കാരണം ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആഭരണങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. എല്ലാവർക്കും വിവാഹത്തിന് അണിയാൻ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഡയമണ്ടും സ്വർണവുമെല്ലാം അടങ്ങിയ ഒരു ആഭരണ കൂമ്പാരം തന്നെയായിരുന്നു അവർക്ക് മുൻപിൽ അനാവൃതമായത്. ചേച്ചിയുടെ ഭാഗ്യമാണ് ഇതൊക്കെ, കുഞ്ഞിയാണ് പറഞ്ഞത്. അതിനെന്തു മറുപടി പറയണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. കാട്ടുതീ പോലെ സരയുവിന് വന്ന ഭാഗ്യം എല്ലാവരും അറിഞ്ഞു. ഇതിനിടയിൽ മിഥുന്റെ മാനേജർ വന്ന് വിവാഹത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾക്ക് വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. വീട് പുതുക്കി പണിയാമെന്ന് പറഞ്ഞുവെങ്കിലും സരയു അതിന് അനുവദിച്ചിരുന്നില്ല. സനൂപിനൊപ്പം മറ്റൊരു ഡോക്ടർ കൂടി വന്ന് സരയുവിന്റെ അമ്മയുടെ കൈകളും കാലുകളുമെല്ലാം നന്നായി പരിശോധിച്ചു. നല്ല ചികിത്സ ലഭിച്ചാൽ അമ്മയും എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞ് ഒരു ആശ്വാസ വാർത്തയായിരുന്നു സരയുവിനത്. വിവാഹത്തിനി ഒരാഴ്ച മാത്രം ബാക്കി നിന്നു. മാധ്യമങ്ങളിലെല്ലാം കാട്ടുതീ പോലെ സൂപ്പർ സ്റ്റാർ മിഥുൻ മേനോന്റെ വിവാഹ വാർത്ത നിറഞ്ഞു. വധുവിന്റെ പേര് മാത്രം മിഥുൻ പറഞ്ഞിരുന്നില്ല ആ സമയം. സിനിമാ രംഗത്ത് നിന്നുള്ളത് അല്ല എന്ന് മാത്രമേ മാധ്യമങ്ങൾക്കറിയൂ. അത് ആരാണെന്ന് ആർക്കും ഒരു സൂചന പോലും കൊടുക്കാതെ മിഥുൻ വിവാഹിതനാവാൻ പോകുകയാണെന്ന വാർത്ത മാധ്യമങ്ങളിൽ ആഘോഷിച്ചു. ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം നിർത്തി തിരികെ വീട്ടിലേക്ക് വിവാഹത്തിന് വേണ്ടി പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു മിഥുൻ. ആ സമയത്താണ് ഫോണിൽ ഒരു കോള് വന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ആദ്യം വിവാഹ തിരക്കുകൾ കാരണം മിഥുൻ എടുക്കാതെ മാറ്റിയിരിക്കുകയാണ് ചെയ്തത്. അവസാന ചിത്രത്തിന്റെ പാക്കപ്പ് കഴിഞ്ഞ് 3 ആഴ്ചത്തേക്ക് തന്റെ ഡേറ്റുകളെല്ലാം ക്ലോസ് ആക്കിയാണ് മിഥുൻ പോകാൻ തയ്യാറെടുത്തത് തന്നെ. വീണ്ടും വീണ്ടും ആ നമ്പറിൽ നിന്നും വന്നപ്പോൾ ഫോൺ എടുക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, മിഥുൻ മേനോൻ ഹിയർ. മിഥുൻ, ഞാൻ ഷിഗയാണ്. ഒരു നിമിഷം അവൻ്റെ കർണപുടങ്ങളിൽ തുളച്ചുകൊണ്ട് ആ ശബ്ദം കാതിലെത്തി. ഒരു കാലത്ത് മിഥുന് അത്രയും പ്രിയപ്പെട്ട ശബ്ദം, കേൾക്കാനേറെ ആഗ്രഹിച്ച സ്വരം. എന്തു വേണം? ഗൗരവമാർന്നതായിരുന്നു മിഥുന്റെ ശബ്ദം. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവളോട് തനിക്ക് ദേഷ്യം കാണിക്കാൻ പോലും ഇപ്പോഴും സാധിക്കുന്നില്ലെന്ന വേദനയോടെ മിഥുൻ ഓർത്തു. അത്രമേൽ ഹൃദയം കൊടുത്ത് താൻ അവളെ സ്നേഹിച്ചിരുന്നു. മിഥുൻ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. സംഭവിച്ചു പോയതിൽ ഷിഗ, കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. കേൾക്കാൻ സമയവും. ഷിഗ ഇപ്പോൾ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് നിനക്ക് ഫോൺ വയ്ക്കാം. ഞാൻ തിരക്കിലാണ്. ഓക്കെ, സോറി മിഥുൻ, ഞാൻ പഴയ ഓർമ്മയിൽ. ഷിഗ പരമാവധി സ്വരം ലളിതമാക്കി. ഞാനൊരു വാർത്തയറിഞ്ഞു. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ രമേശേട്ടൻ എന്നോട് പറഞ്ഞത്. മിഥുൻ മാരീഡ് ആകാൻ പോകുകയാണോ? വർദ്ധിച്ച ഹൃദയമിടിപ്പോട് ചോദിച്ചു. അതെ, ഉറച്ചതായിരുന്നു അവൻ്റെ മറുപടി. മിഥുൻ, എന്താ ഈ പറയുന്നത്? അവളുടെ ശബ്ദം അല്പം ഉയർന്നുപോയി. പിന്നെ നീ എന്താ കരുതിയത്? ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നെ ഓർത്ത് സന്യാസിയായി ജീവിക്കുമെന്നോ? അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ അതിന് തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. പ്രണയവിവാഹം തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം. ഒരിക്കലും അവളെ നീയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവളുടെ 7 അടി അകലെ നിൽക്കാൻ പോലുള്ള യോഗ്യത അത് നിനക്കില്ല ഷിഗ. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ തകർക്കാൻ കെൽപ്പുള്ളതായിരുന്നു. ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം അവൾ പുറത്തു കാണിച്ചില്ല. ആവശ്യം ഇപ്പോൾ അവളുടെയാണെന്ന് അവൾക്ക് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മൗനം പാലിച്ചു. മിഥുന്റെ നിർബന്ധത്തിന് മാത്രമാണ് ഡിവോഴ്സ് നൽകിയത് ഞാൻ, അല്ലാതെ തെളിവുകൾ ശക്തമായതുകൊണ്ടല്ല. ആ ചോദ്യത്തിൽ അവളൊന്ന് ഉലഞ്ഞുപോയി. ഷിഗ, കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാവും. ക്ഷമിക്കാൻ കഴിയില്ലേ? ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം തന്നൂടെ? കെഞ്ചുന്നത് പോലെ അവൾ അവനോടായി ചോദിച്ചു. ഛർദ്ദിച്ചത് തിന്നാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവൻ്റെ ആ മറുപടിയിൽ ഭൂമി തുരന്ന് അന്തർദാനം ചെയ്യും പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇത്രമാത്രം നിന്ദദാനം ഒരാളിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അവൾക്ക്. മറുപടിക്ക് കാക്കാതെ മിഥുൻ കട്ട് ചെയ്തപ്പോൾ ദേഷ്യം ഇരട്ടിച്ചു. കയ്യിലിരുന്ന വില കൂടിയ ഐഫോൺ അവൾ ഒറ്റ എയറിന് 2 കഷ്ണമാക്കി കളഞ്ഞിരുന്നു.
ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ആ നിമിഷം ശിഖ. മിഥുൻ അവൻ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് മാത്രം തനിക്ക് സഹിക്കാൻ സാധിക്കില്ല. 8 വർഷമായി താൻ ഭ്രാന്തമായി സ്നേഹിച്ചവൻ, അതിലുപരി അവൻ്റെ സമ്പാദ്യത്തെ എല്ലാം തിരിച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിൽ നിന്നും നല്ലൊരു തുക ജീവനാംശം വാങ്ങി തിരികെ വരുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരിക്കലും മറ്റൊരു ജീവിതത്തിലേക്ക് മിഥുൻ കടക്കില്ലെന്ന്. ഈ ദേഷ്യമെല്ലാം ഒന്ന് ആറി തണുക്കുമ്പോൾ മിഥുനെ ഒരിക്കൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കാലുപിടിച്ച് ക്ഷമ ചോദിച്ചാണെങ്കിലും വീണ്ടും അവനുമായി ഒരു ജീവിതം. അതുതന്നെയായിരുന്നു ആഗ്രഹിച്ചത്. അതിന് വിലങ്ങടിച്ച തടിയാണ് ഇപ്പോൾ ഒരുത്തി വന്നിരിക്കുന്നത്. അവന് അവകാശിയായി ശിഖ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ അവൾ ആ നിമിഷം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ വേറെ ആരും വേണ്ട. മിഥുനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആദ്യം വരച്ച ജീവിത ചിത്രത്തിൽ നായിക അവളായിരുന്നു. പണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ താളം തന്നെ അവളായിരുന്നു. അന്ന് ജീവന്റെ പ്രകാശമായവൾ ഇന്ന് ജീവന്റെ ഇരുളായി മാറിയിരിക്കുന്നു. എത്ര പെട്ടെന്ന് അവൻ ചിന്തിച്ചുപോയി. വിധി എന്ന മായാജാലക്കാരൻ്റെ കുസൃതികൾ. കുറച്ചുനേരം സ്റ്റിയറിങ്ങിൽ തലചേർത്ത് വെച്ച് മിഴികൾ അടച്ചപ്പോൾ വേദന കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒരു തുള്ളി കവളിനെ നനച്ചിരുന്നു. വൈകുന്നേരമാണ് മൂകാംബികയ്ക്ക് പോകേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം ചില ബന്ധുക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും മുൻപിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും നിസ്സംഗമായ ഭാവമായിരുന്നു സരയുവിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. കാലത്ത് തന്നെ മംഗലത്തു നിന്നും തനുവും അഭിയും കൃഷ്ണനന്ദയും ലക്ഷ്മിയടത്തിയും എല്ലാവരും എത്തിയിരുന്നു. ലക്ഷ്മിയടത്തിയും തനുവും കൂടിയാണ് അവളെ ഒരുക്കിയത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു. വീട്ടിലെത്തുന്നവർക്കെല്ലാം ചെറിയ രീതിയിൽ ഒരു സദ്യ രാഘവൻ കഴിയുന്ന രീതിയിൽ ഒരുക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. വിവാഹം മൂകാംബികയിൽ വെച്ചായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാൻ സാധിക്കാത്തതിനാൽ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ സദ്യ ഒരുക്കിയിരുന്നത്. ആ ആൾക്കൂട്ടത്തിൽ നിന്നും ഇടയ്ക്ക് മാറി ചേട്ടൻ്റെ ഫോട്ടോയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അറിയാതെ സരയുവിൻ്റെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. കുറെ പ്രാവശ്യം തേടിയിട്ടും അവളെ കാണാതെയാണ് തനു തിരക്കി വന്നത്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടേ. എന്താടി ഇവിടെ വന്നു നിൽക്കുന്നത്? അലിവോടെ മുടിയിൽ തഴുകി തനു ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഏട്ടനില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മിഴികൾ തുടച്ചവൾ പറഞ്ഞു. ഒക്കെ ഏട്ടൻ കാണുന്നുണ്ടാവും മോളെ, സന്തോഷമാകും. സങ്കടപ്പെടാണ്ടിരുന്നാൽ മതി ഏട്ടന്. അറിയാതെ അവൾ കരഞ്ഞു പോയിരുന്നു. എന്താണ് മോളെ, നീ എന്തിനാ കരയുന്നത്? സത്യം പറ, നിനക്ക് പൂർണ്ണ സമ്മതമല്ലേ വിവാഹത്തിന്? നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇത് ഉറപ്പിച്ചതു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖത്തൊരു സന്തോഷമില്ല. മറ്റാരെങ്കിലുമാണേ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷിക്കും. മോള് പറ. ആരും ആഗ്രഹിക്കുന്ന ഒരു ബന്ധം, അതും അവർ ഇങ്ങോട്ട് വരുമ്പോൾ താൻ ചോദിച്ചു. എനിക്കൊരു സന്തോഷക്കുറവും ഇല്ല ചേച്ചി. ഇത്രയും വലിയ ബന്ധമൊക്കെ എത്തിപ്പിടിക്കാൻ മാത്രം എനിക്ക് അർഹതയില്ലല്ലോ ചേച്ചി. അതോർത്ത എനിക്ക് സങ്കടം. ഇരുളും പകലും തമ്മിലുള്ള ദൂരമുണ്ട്, അത്ര അകലമുണ്ട്. മാത്രമല്ല വിവാഹം കഴിഞ്ഞു പോവേണ്ട അച്ഛൻ, അമ്മ, കുഞ്ഞി, മുത്തശ്ശി, അവർ മാത്രമായിരുന്നു എൻ്റെ ലോകം. വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ ലോകത്തിൽ നിന്നും ഒരു ദിവസം പെട്ടെന്ന് പറിച്ചു നടുക എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. അതുമാത്രമേ ഉള്ളൂ ചേച്ചി. കണ്ണു തുടച്ചവൾ തനുവിനോടായി പറഞ്ഞു. എനിക്ക് മനസ്സിലാവും, പക്ഷേ മിഥുൻ നിന്റെ ഭാഗ്യമാണ്. ആരും ആഗ്രഹിക്കുന്ന സ്വഭാവം. നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതിന് ഈശ്വരൻ തന്ന വഴി തന്നെയായിരുന്നു മിഥുൻ. അത് ഓർത്താൽ മതി നീ, വേറെ ഒന്നും ചിന്തിക്കണ്ട. തനത് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു അവൾ. മൂകാംബികയിലേക്ക് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും മിഥുൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അമ്മയെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നതായിരുന്നു സരയുവിൻ്റെ സങ്കടം. അമ്മയെയും കുഞ്ഞിയെയും മുത്തശ്ശിയെയും അച്ഛനെയും എല്ലാം കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയത്. അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ അവൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. വളരെ കുറച്ചുപേർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. കുടുംബക്കാരായി ഉണ്ടായിരുന്നത് സുശീലാമ്മ മാത്രം. നന്നായി നടക്കാൻ സാധിച്ചില്ലെങ്കിലും രാഘവൻ സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു. കുഞ്ഞിയാവട്ടെ മറ്റൊരു ലോകത്തിലാണെന്ന് തോന്നിപ്പോയിരുന്നു. മുത്തശ്ശിക്കെല്ലാം അത്ഭുതമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ആദ്യം മിഥുൻ സമ്മാനിച്ചത് ഒരു വീൽ ചെയർ ആയിരുന്നു. ആ ഒരു മുറിയുടെ ഇരുളിൽ നിന്ന് പുറം ലോകത്തെ കാഴ്ചകൾ കണ്ടു ഒരു കൊച്ചുകുട്ടിയെ പോലെ കൗതുകത്തോടെ ആ മാതൃമുഖം വിടരുന്നത് നിറഞ്ഞ മനസ്സോടെയാണ് സരയു കണ്ടിരുന്നത്. അതിനെല്ലാം മിഥുനോട് അവൾക്ക് വലിയ കടപ്പാടുണ്ടായിരുന്നു. മുന്തിയ ഒരു ഹോട്ടൽ തന്നെ എല്ലാവർക്കും താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എല്ലാവരെയും സ്വീകരിക്കാനെത്തിയ മിഥുന്റെ അമ്മാവനും അമ്മായിയും അമ്മാവന്റെ മകനുമായിരുന്നു. ആ രാത്രി ആ വലിയ ഹോട്ടലിന് AC കുളിർമയിൽ കിടന്നിട്ടും സരയുവിന്റെ ശരീരം വല്ലാതെ വിയർത്തു. നാളെ തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് വിവാഹം. എത്ര അഭിനയമാണെന്ന് പറഞ്ഞാലും ഈശ്വരൻ സാക്ഷിയായി തന്റെ കഴുത്തിൽ താലി വീഴാൻ പോകുകയാണ്. അത് ഓർത്തതും ഒരു വിറയൽ പോലെ. ഒരുവനാൽ സീമന്തരേഖ ചുവക്കാൻ തുടങ്ങുകയാണ്. 1 വർഷത്തിനു ശേഷം അവനെ പിരിഞ്ഞു പോയാലും തനിക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുവാൻ സാധിക്കുമോ? ലോകം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും താൻ ഇപ്പോഴും ഒരു പഴയ മാമൂലുകളിൽ വിശ്വസിക്കുന്നു.
വിവാഹം, മരണം, ജനനം ഇത് മൂന്നും ഒരിക്കൽ മാത്രമേ സംഭവിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരുവനെ തനിക്കിനി ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കുമോ? അതായിരുന്നു മനസ്സിൽ നിറഞ്ഞ ചോദ്യം. കുറെ സമയം ചോദ്യം അവളെ അലട്ടിത്തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ ആ ചോദ്യം അവളെ അസ്വസ്ഥപ്പെടുത്തി തുടങ്ങി. നിഷയുടെ ഏതോ യാമങ്ങളിൽ അവൾക്കതിന് ഉത്തരം കിട്ടിയിരുന്നു. ഇല്ല, ഇനി തൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം ഉണ്ടാവില്ല. പക്ഷേ ഈ ജീവിതത്തിൽ നിന്ന് കരാർ തീർത്തു പോരുകയും ചെയ്യും. 1 വർഷം കഴിഞ്ഞ് അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി കൊടുക്കും. അതോർത്തതും അവളിൽ എന്തോ പോലെ. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പുരുഷൻ ഒരിക്കലും വരില്ല. ജനനവും മരണവും വിവാഹവും ഒന്നു മാത്രമേയുള്ളൂ സരയുവിന്. വിവാഹം എന്നൊരു വിധി തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഇതോടെ തീരട്ടെ. അല്ലെങ്കിലും ഒരിക്കൽ പോലും വിവാഹ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോ എൻ്റെ കുടുംബത്തിനു വേണ്ടിയാണെങ്കിലും തനിക്ക് ആശ്വസിക്കാം. ഒരു ഉത്തരം കിട്ടിയതോടെ തിരതല്ലിയ മനസ്സിന് ഒരാശ്വാസം തോന്നിയിരുന്നു അവൾക്ക്. ആ സമാധാനത്തിൽ അവൾ ഉറങ്ങാൻ കിടന്നു. പുതുപുലരി അവളെ സുമംഗലിയാക്കും എന്ന ഉറപ്പോടെ.